പാകിസ്ഥാൻ അനാവശ്യമായ യുദ്ധമുണ്ടാക്കിയൊരു മേഖലയാണ് കാർഗിൽ. അന്ന് കാർഗിൽ യുദ്ധം ചർച്ച ചെയ്തു. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ കാർഗിലിനോടൊരു സ്നേഹം കാട്ടുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടോ? അല്ല, അസിം മുനീറിൻ്റെ ചില നിലപാടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അസിം മുനീർ ഈ പഹൽഗാം ഓപ്പറേഷന് മുമ്പ് കാശ്മീരിനെ കുറിച്ച് പ്രകോപനപരമായ ചില പ്രസ്താവനകൾ നടത്തി. അതേ തുടർന്നാണ് പഹൽഗാമിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായത്. യുദ്ധം കഴിഞ്ഞു തോറ്റ രാജ്യം അയാൾക്ക് ഫീൽഡ് മാർഷൽ പദവി കൊടുത്ത് അപമാനിച്ചു. പക്ഷെ ഇപ്പം ഫീൽഡ് മാർഷൽ അതാണ് ഞാൻ ഫീൽഡ് മാർഷൽ പദവി കൊടുത്ത് അപമാനിച്ചു എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഫീൽഡ് മാർഷലാണ് നമ്മുടെ കണ്ണിൽ. ഏതായാലും അവർ പക്ഷേ ഇങ്ങനെ കളവുകൾ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഏതായാലും വീണ്ടും അതിനുശേഷവും ഇന്ത്യയുമായിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ചോര തിളക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രകോപനപരമായ പ്രസ്താവന നടത്തി. ഇങ്ങനെ നിൽക്കുന്ന അസിം മുനീർ ഇപ്പോൾ കാർഗിലിനെ സംബന്ധിച്ച് വളരെ നിർണായകമായി പാകിസ്ഥാൻ ഇതുവരെ എടുക്കാത്ത ഒരു നിലപാടെടുത്തിരിക്കുന്നു. കാർഗിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജൂലൈ മാസം കാർഗിലിൻ്റെ മാസമാണ്. ജൂലൈ 4-നാണ് കാർഗിലിലെ ടൈഗർ ഹില്ലിൽ, ദ്രാസ് മേഖലയിലുള്ള ടൈഗർ ഹില്ലിൽ കാർഗിൽ മേഖല തിരിച്ചു പിടിച്ചതിന് ശേഷം ഇന്ത്യൻ സൈന്യം കൊടിയുയർത്തി, ത്രിവർണ്ണ പതാക ഉയർത്തി. ജൂലൈ 26 കാർഗിൽ വിജയ ദിവസമാണ്. നമ്മൾ വിജയ ദിവസമായിട്ട് ആഘോഷിക്കും. നമ്മുടെ ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് ഈ കാർഗിൽ യുദ്ധത്തെ മൊത്തം കാണുന്നത്. ആണെങ്കിൽ ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ നടത്തിയ ഒരു ആക്രമണമാണ് കാർഗിൽ നടന്നത്. അപ്പോൾ അതിനുശേഷം പാകിസ്ഥാൻ ഒരിക്കലും കാർഗിലിൽ അവരാണ് നുഴഞ്ഞുകയറ്റം നടത്തി ആക്രമണം നടത്തിയതെന്ന് ഒരിക്കലും അക്നോളജ് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. അസിം മുനീർ ഇപ്പോൾ അത് അംഗീകരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ കാർഗിൽ സംഭവം 1999-ലാണ് നടക്കുന്നത്. 99-ൽ കാർഗിൽ യുദ്ധം ഉണ്ടായത് എങ്ങനെയാണെന്ന് ഇപ്പോൾ 26 വർഷമാകുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ 26 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരായ നമ്മുടെ പ്രേക്ഷകരുണ്ട്, അവർക്ക് ഓർമ്മയുണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിക്കാം. ജസ്റ്റ് ഒന്ന് 2 വരി പറഞ്ഞിട്ട് നമുക്ക് അസിം മുനീർ കാർഗിലിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രകോപനം എന്താണെന്ന് പറയാം. അതായത് താഷി നങ്കയാൽ എന്ന് പറഞ്ഞ ഒരു ഷെർപ്പ കാർഗിലുണ്ട്. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ആടുകളെയും യാക്കുകളെയും മേയ്ക്കുകയാണ്. അപ്പോൾ അയാളിങ്ങനെ ഈ മലനിരകളിലേക്ക് ഇവരെ മേയാൻ വിടും, പുല്ലൊക്കെ തിന്നിട്ടത് പോകും. പിന്നെ മലനിരകൾ കുറേ കഴിഞ്ഞാൽ ദ്രാസിലും ടൈഗർ ഹില്ലിലും ഒക്കെ ഒരു പച്ചപ്പില്ലാത്ത മലനിരകളും മഞ്ഞുമൂടിയ മലനിരകളുമാണ്. അപ്പോൾ അതിൻ്റെ താഴ്വാരത്തിലൊക്കെ ഈ ആടുകളെയും യാക്കുകളെയും അഴിച്ചുവിടും. ചെമ്പരിയാടുകളാണ്. ഈ താഷി നങ്കയാലിൻ്റെ ഒരു യാക്കിനെ കാണാതെ പോയപ്പോൾ താഷി നങ്കയാൽ മലകളിൽ കയറി ഇങ്ങനെ ഈ യാക്കിനെ തേടി നടന്നു. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു യാക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിലയുള്ളതാണ്, അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. അങ്ങനെ അയാൾ പോകുമ്പോൾ ദൂരെയുള്ള മലനിരകളിൽ ആരൊക്കെയോ ട്രഞ്ചുകൾ ഉണ്ടാക്കുന്നു, ബങ്കറുകൾ ഉണ്ടാക്കുന്നു ഒക്കെ കണ്ടു. അയാൾ ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ അയാൾക്കറിയാം ഈ മഞ്ഞുകാലം ആവുമ്പോൾ ഇന്ത്യൻ പട്ടാളം ഈ മലനിരകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകും. ഇത് പാകിസ്ഥാനുമായി പണ്ട് മുതലുള്ള കരാറാണ്. നമ്മൾ ആ സമയത്ത് മഞ്ഞിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റില്ല, അതിശൈത്യമാണ്, തിരിച്ചിറങ്ങിപ്പോരും. അത് സൈന്യം ഒന്നും കാണാത്ത മേഖലയാണ്. അപ്പോൾ സൈന്യം വർഷങ്ങളായി താഷി നങ്കയാലിനറിയാം അവിടെ സൈന്യത്തിൻ്റെ ഇടപെടി. പിന്നെ ആരായിരിക്കും ഇതൊക്കെ ഉണ്ടാവുന്നതെന്ന് കരുതി ഇയാൾ നേരെ പോയി തൊട്ടടുത്തുള്ള മിലിറ്ററി ബേസിൽ അറിയിച്ചു. മിലിറ്ററി ബേസിൽ അറിഞ്ഞപ്പോൾ സൈന്യം ഞെട്ടിപ്പോയി. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കരാർ ലംഘിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉയരത്തിലുള്ള പോസ്റ്റുകൾ പാകിസ്ഥാൻ പട്ടാളം കയറി കൈയടക്കി. അങ്ങനെയാണ് കാർഗിൽ യുദ്ധം ആരംഭിക്കുന്നത്. അത് ജൂൺ 19 മുതൽ ജൂലൈ 26 വരെ നീണ്ടുനിന്ന യുദ്ധമാണ്. പാകിസ്ഥാൻ്റെ 4000 ഭടന്മാർ മരിച്ചു, നമ്മുടെ 527 പേരാണ് മരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പലതവണ പറഞ്ഞിട്ടുണ്ട്, മലകളുടെ മുകളിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളം താഴേക്ക് വെടിവെക്കുമ്പോൾ ഇന്ത്യൻ സൈനികർ വെടിയേറ്റ് വീഴുകയായിരുന്നു. പ്രതിരോധിക്കാൻ പറ്റും. പക്ഷേ അത് വെടിയേറ്റ് വീണെങ്കിൽ നമ്മൾ തിരിച്ചു കയറി ഈ പാകിസ്ഥാൻ ഭടന്മാരെ മുഴുവൻ കീഴടക്കി നമ്മളെന്ത് ചെയ്തു? വിജയക്കൊടി നാട്ടി. ഏതായാലും നമ്മുടെ ഇന്റലിജൻസിൻ്റെ ഒരു വീഴ്ചയുണ്ട് എന്ന് അന്ന് പറയപ്പെട്ടു. അന്ന് നമ്മൾ ഇസ്രായേലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പലകുറി പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സമയത്ത് ഈ കൊല്ലപ്പെട്ട സൈനികരുടെ ജഡം പരിശോധിച്ചപ്പോൾ ഒരു പാകിസ്ഥാൻ ക്യാപ്റ്റനായിരുന്ന കർണൽ ഷേർഖാൻ ഷാഹിദ് എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ID കാർഡൊക്കെ ഉണ്ടല്ലോ, ബാഡ്ജും ID കാർഡും കണ്ടപ്പോൾ കർണൽ ഷേർഖാൻ ഷാഹിദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? പാകിസ്ഥാനെ അറിയിച്ചു, നിങ്ങളുടെ ക്യാപ്റ്റൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾ കൊല്ലപ്പെട്ട ഭടന്മാരുടെയൊക്കെ ശവശരീരങ്ങൾ വിട്ടുതരാൻ നമ്മൾ തയ്യാറാണെന്ന്. അതാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ, അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ ഗാസയിലെ കാര്യം നോക്കൂ, അവിടെ 10ഓളം ആളുകളാണ് ഇനി ജീവനുള്ളത്, ബാക്കിയുള്ളത് ജഡങ്ങളാണ്. IDF-ൻ്റെ പെട്ട ആളുകളുടെ ആ ജഡങ്ങൾ തിരിച്ചു കൊടുക്കണം. അത് ഒരു യുദ്ധമര്യാദയാണ്. ആ മര്യാദയുടെ ഭാഗമായി നമ്മളത് കൊടുത്തപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങളുടെ പട്ടാളക്കാരും ഇല്ല എന്ന് പറഞ്ഞത്.
അപ്പോൾ നമ്മൾ ഈ ബോഡിയൊക്കെ കിട്ടി ഈ ടൈഗർ ഹില്ലിലെ ദ്രാസ് സെക്ടറിലാണ് ഈ കർണൽ ഷേർഖാൻ ഷഹീദ് എന്ന പാകിസ്ഥാൻ മിലിറ്ററി ഓഫീസറുടെ ജഡം കിട്ടിയത്. ഈ ജഡം കിട്ടിയിട്ടും അവർ പറഞ്ഞു ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഷാഹിദ് എന്ന് പറയുന്ന ഈ ക്യാപ്റ്റൻ കർണൽ ഷേർഖാൻ ഷാഹിദ് കൊല്ലപ്പെട്ടത് കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ വാർഷികമായിരുന്നു. അയാളുടെ ജഡം നമ്മൾ കാർഗിൽ മലനിരകളിൽ തന്നെ നമ്മൾ കുഴിച്ചിട്ടു, പാകിസ്ഥാനിൽ കൊണ്ടുപോയില്ല. പക്ഷേ പാകിസ്ഥാൻ ഒരു സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിന് മുന്നിൽ അസിം മുനീർ എത്തിയിട്ട് ആദരാഞ്ജലി അർപ്പിച്ചു, സല്യൂട്ട് ചെയ്തു. അതായത് ഇക്കാലം അത്രയും കഴിഞ്ഞ 25 വർഷക്കാലവും ചെയ്യാതിരുന്ന 25 വർഷക്കാലവും ചെയ്യാതിരുന്ന ഒരു നടപടി പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് ചെയ്തിരിക്കുന്നു. കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ മിലിറ്ററി ഓഫീസർക്ക് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയായ ഇപ്പോൾ ഫീൽഡ് മാർഷൽ പദവി കൊടുത്ത് അവരെ ആദരിച്ചിരിക്കുന്ന അസിം മുനീർ നേരിട്ട് വന്ന് സല്യൂട്ട് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ കാർഗിൽ യുദ്ധത്തെ അവർ ഓൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർ പരാജയപ്പെട്ടു, പക്ഷേ അവർക്കെന്താണ് ഇപ്പോഴും കാർഗിൽ അവരുടെ ടാർഗറ്റാണെന്ന് പറയാം. ആ യുദ്ധം ശരിയായിരുന്നു എന്നതിൻ്റെ സൂചനയാണല്ലോ ആ സൈനിക ഓഫീസർക്ക് ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കുന്നത്. ഇപ്പോൾ പാക് പട്ടാളമാണ് അവിടെ വന്നതെന്ന് അവർ പറഞ്ഞു. ആദ്യമൊക്കെ അവർ പറഞ്ഞു എന്നവരിപ്പോഴും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ യുദ്ധം തുടങ്ങി ജൂലൈ 12 ആയപ്പോഴത്തേക്ക് നമ്മൾ 99 ജൂലൈ 12 നമ്മൾ പാകിസ്ഥാനോട് പറഞ്ഞു ഇവിടെ നിങ്ങളുടെ ഇഷ്ടംപോലെ ജനങ്ങൾ കിടപ്പുണ്ട്, കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ജൂലൈ 13 തീയതി അതിന് മറുപടിയായിട്ട് അവർ റെഡ് ക്രോസിനോട് പറഞ്ഞു ഞങ്ങൾക്ക് 2 പേരുടെ ബോഡി വേണം എന്ന് പറഞ്ഞു. അതിലൊന്ന് ഈ കർണൽ ഷേർഖാൻ ഷഹീദിൻ്റെ ആയിരുന്നു. 2 പേരുടെ ജഡങ്ങൾ വേണമെന്ന് റെഡ് ക്രോസിനോട് പറഞ്ഞിട്ട് റെഡ് ക്രോസ് നമ്മളോട് വന്ന് പറഞ്ഞു 2 ഓഫീസർമാരുടെ ജഡം വേണമെന്ന് പറഞ്ഞു. നമ്മളത് എംബാം ചെയ്ത് കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ പാകിസ്ഥാൻ വാങ്ങാൻ തയ്യാറായില്ല. അതായത് 26 വർഷം മുമ്പ് ഈ റെഡ് ക്രോസ് വഴി ആവശ്യപ്പെട്ടിട്ടും കർണൽ ഷേർഖാൻ ഷാഹിദിൻ്റെ ജഡം പാകിസ്ഥാൻ വാങ്ങിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈനിക തലവൻ പോയി ആദരാഞ്ജലി അർപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ? കാരണം ഇന്ത്യയുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പഹൽഗാം ആക്രമണത്തിന് ശേഷം അസിം മുനീർ പറയുന്നത് കാർഗിൽ യുദ്ധത്തെ ഞാൻ ശരിവെക്കുന്നു, കാർഗിൽ പിടിച്ചെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, ഞങ്ങൾ പരാജയപ്പെട്ടു, എന്നാലും ഇപ്പോഴും കാർഗിൽ ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്നുള്ള സന്ദേശമാണ് അസിം മുനീർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അസിം മുനീറിനെ സംബന്ധിച്ച് അയാൾ പറഞ്ഞല്ലോ മുമ്പൊരിക്കൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പ് ഒരു മാധ്യമ സമ്മേളനത്തിൽ അയാൾ പറഞ്ഞു, അതായത് ഞങ്ങളുടെ പട്ടാളത്തിൻ്റെ ലക്ഷ്യം ജിഹാദ് തന്നെയാണ്. ഞങ്ങൾ തീവ്രവാദികൾ യൂണിഫോം ഇല്ലാതെ ജിഹാദ് നടത്തുന്നു, ഞങ്ങൾ യൂണിഫോം ഇട്ട് ജിഹാദ് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ആൾ ഇനി വീണ്ടും കാർഗിലിനെ തൻ്റെ അജണ്ടയുടെ ഭാഗമായി സെറ്റ് ചെയ്തിരിക്കുന്നു. കാശ്മീർ മാത്രം പോരാ, കാർഗിലും വേണം. കാശ്മീർ മൊത്തം കിട്ടിയില്ലെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് കാർഗിലെങ്കിലും പിടിക്കണം എന്ന് അസിം മുനീർ പറയാതെ പറയുകയാണ് ഈ നടപടിയിലൂടെ. അപ്പോൾ ഇതിന് മനസ്സിലാകുന്നത് അസിം മുനീറിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ അയാൾക്ക് ആത്യന്തികമായിട്ട് പാകിസ്ഥാന്റെ പരമോന്നത തലപ്പത്തേക്ക് എത്തണം, പ്രധാനമന്ത്രിയാവണം. അതായിരിക്കും ചിന്ത അല്ലേ? അതിന് വേണ്ടിയിട്ട് ഓരോരോ അജണ്ട വെക്കുക. അപ്പം അകന്നു നിൽക്കുന്ന ജനങ്ങളെ ഒന്ന് കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരായ നിലപാട് പറയുമ്പോൾ, കാശ്മീരിനെതിരായ നിലപാട് പറയുമ്പോൾ തനിക്കൊപ്പം നിൽക്കും, അല്ലെ തൻ്റെ പിന്തുണ തനിക്കൊരു പിന്തുണ കിട്ടുമെന്ന് കരുതുന്നുണ്ടാവും. അതല്ലേ പിന്നീട് പ്രകോപനപരമായ പ്രസ്താവനകൾ ഒന്നിനു പുറകെ ഒന്നായി നടത്തുക. അത് മാത്രമല്ല, ട്രംപ് ഇയാളെ വിളിച്ച് വിരുന്ന് കൊടുത്തല്ലോ. അപ്പോൾ നമ്മളൊന്ന് അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റുമാർ ആദ്യമായിട്ടല്ല പാകിസ്ഥാൻ പട്ടാള തലവരെ വിളിക്കുന്നത്. ഇതിനു മുമ്പ് അയൂബ് ഖാനെ വിളിച്ചിട്ടുണ്ട്, അതെ, വിരുന്ന് കൊടുത്തത്. അയൂബ് ഖാൻ പാകിസ്ഥാന്റെ പ്രസിഡന്റായി പിന്നീട് അങ്ങനെ അവസാനം പർവേസ് മുഷറഫ് വരെയുള്ളവരെ ഇങ്ങനെ വിരുന്ന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് പാകിസ്ഥാന്റെ ഭരണാധികാരികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പുറമാണല്ലേ ആ സമയത്താണ്. അതുപോലെയാണ് ഇപ്പോൾ അസിം മുനീറിനെ വിളിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് താല്പര്യങ്ങളുണ്ടായിരുന്നു ഇറാനെ ആക്രമിക്കാനുള്ള ഒരിടത്താവളമായിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുക തുടങ്ങിയ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിലൂടെ ട്രംപ് മുന്നോട്ട് വെച്ചത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ പേരറിയാമോ? ഇല്ലല്ലോ, അറിയില്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പോലും അത്ര പോപ്പുലർ അല്ല. ഷഹബാസ് ഷെരീഫിൻ്റെ പേരും അങ്ങനെ പോപ്പുലർ അല്ല. എല്ലാവർക്കും അറിയാവുന്ന പേര് അസിം മുനീറാണ്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയാതെ പറഞ്ഞു വെച്ചത് പാകിസ്ഥാന്റെ ഭരണാധികാരിയായിട്ട് അമേരിക്കൻ പ്രസിഡന്റായ ഞാൻ അംഗീകരിക്കുന്ന ആരെയാണ്? അസിം മുനീറിനെയാണ്. അത് അസിം മുനീറിന് കിട്ടിയിരിക്കുന്ന വലിയൊരു ബൂസ്റ്റാണ്. അപ്പോൾ നാളെ ഇപ്പോൾ തന്നെ അവിടെ നടക്കാൻ പോകുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടിയും, ഇമ്രാൻഖാൻ ജയിലിലാണ്, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഇമ്രാൻഖാനാണ് അസിം മുനീറിൻ്റെ മുന്നിൽ ശേഷിക്കുന്ന ഏക തടസ്സം.
ഇമ്രാൻഖാൻ ജയിലിലുമാണ്. ഇടയ്ക്ക് ബിലാവൽ ഭൂട്ടോ കുറച്ച് പ്രസ്താവനയായിട്ട് വരുന്നുണ്ട്. ഭൂട്ടോയ്ക്ക് പക്ഷേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോയെന്ന് അറിയില്ല. കാരണം അയാളൊരു തീവ്ര ഇന്ത്യ വിരുദ്ധന്റെ ഇമേജ് ഉണ്ടാക്കി അസിം മുനീറിനേക്കാളും വലിയ ഇന്ത്യ വിരുദ്ധനാണ് എന്നൊക്കെ പറയാം. ഇന്ത്യ വലിയ തീവ്രവാദി അല്ലെങ്കിൽ ഞാനാണ് വലിയ പാകിസ്ഥാനി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞൊരു പ്രസ്താവന വലിയ വിവാദമായല്ലോ. ഈ അവിടെ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഭീകരവാദികളുണ്ടല്ലോ, അവരെയൊക്കെ വിട്ടുതരാൻ തയ്യാറാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു. അത് വലിയ വിവാദം ഉണ്ടായി. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയ്ക്കെതിരെ അവിടുത്തെ തീവ്രവാദ സംഘടനകളിലൊക്കെ ഇയാളാരേതൊക്കെ പറയാമെന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. ഇന്ത്യ വാണ്ടഡ് ആയിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അസദ് ഉൾപ്പെടെ. ഇവരെയൊക്കെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ ഈ ഭീകരവാദികളുടെ മക്കളും കുടുംബക്കാരും മറ്റ് സംഘടനാ പ്രവർത്തകരൊക്കെ വന്നിട്ട് ബിലാവൽ ഭൂട്ടോയെ ഊടുപാട് ചീത്തയാണ്. അങ്ങനെ സംഭവിച്ചു. കാരണം ഇയാൾ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നൊക്കെ. അത് അത് പുള്ളി ഒരു തീവ്ര ദേശീയത ഉണ്ടാക്കി ഇവരെല്ലാം ചിന്തയും ജനങ്ങളുടെ പിന്തുണ വേണ്ടി. അതാണ്. അപ്പോൾ ഏതായാലും അസിം മുനീറിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് അല്ലെങ്കിൽ സർവാധികാരിയായ പാകിസ്ഥാന്റെ പ്രസിഡന്റ് എന്നുള്ള പദത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ നടത്തുകയാണ്. അതിന് അദ്ദേഹം അയാൾ ഇനി ലക്ഷ്യമിടുന്നത് കാർഗിൽ മേഖലയിൽ ഒരു ഏറ്റുമുട്ടലാണോ, അല്ലെങ്കിൽ കാർഗിലിലെ ഞങ്ങളുടെ നയം ശരിയായിരുന്നു എന്ന് പറയുന്ന കാര്യമാണ്. അത് നമ്മൾ മറ്റൊന്നുകൂടി ഓർക്കണം. പാകിസ്ഥാൻ പട്ടാള മേധാവിയായിരുന്ന മുഷറഫ് കാർഗിൽ ഓപ്പറേഷന് മുമ്പ് അതിർത്തിയിൽ വന്ന് മിലിറ്ററി ക്യാമ്പിൽ താമസിച്ചിരുന്നു എന്ന് ഒരു വെളിപ്പെടുത്തൽ വന്നിരുന്നു. മുഷറഫ് നേരിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അറിയാതെ നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു കാർഗിൽ ഓപ്പറേഷൻ എന്നാണ് പിന്നീട് വ്യക്തമാക്കപ്പെട്ടത്. നവാസ് ഷെരീഫ് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർഗിൽ മലനിരകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ സ്വപ്നമാണ്. അത് കഴിഞ്ഞാൽ ആ മലനിരകളിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് നിർണായകമായ സ്വാധീനം കിട്ടിയാൽ ഇന്ത്യൻ സേനാ നീക്കത്തെ തടയാൻ പറ്റും. വലിയ ആർട്ടിലറിയൊക്കെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടാള ട്രക്കുകൾക്കൊന്നും വരാൻ പറ്റാണ്ട് വരും. പിന്നെ എയർ സ്ട്രൈക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാർഗിൽ വീണ്ടും പിടിക്കാൻ അസിം മുനീർ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കർണൽ ഷേർഖാൻ ഷാഹിദിന് 26ാമത്തെ വർഷം ആദരാഞ്ജലി അർപ്പിക്കാൻ അസിം മുനീർ നേരിട്ട് പോയത് വഴി ലഭിക്കുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.